ഹായ്, ബിസിനസിൻ്റെ ചെറിയ അറിവുകളിലേക്ക് സ്വാഗതം. ഒരു ബിസിനസ് തുടങ്ങണം, സാമ്പത്തിക സ്വാതന്ത്ര്യം നേടണം എന്നുള്ളതിലൊക്കെ എല്ലാവരും ഒരേ അഭിപ്രായക്കാരായിരിക്കും. പക്ഷേ ഏത് ഐഡിയ തിരഞ്ഞെടുക്കണം എന്നുള്ളതിൽ പലപ്പോഴും നമ്മളിൽ പലരും കൺഫ്യൂഷനിലാണ്. സത്യത്തിൽ പല സ്റ്റാർട്ടപ്പുകളും പരാജയപ്പെടുന്നത് അതിൽ ഇൻവെസ്റ്റ്മെൻറ്റ് ഇല്ലാത്തത് കൊണ്ടല്ല, മറിച്ച് അതിൻ്റെ ഐഡിയ പരാജയമായതുകൊണ്ടാണ്. അപ്പോൾ എന്താണ് നല്ലൊരു ബിസിനസ് ഐഡിയ? ആളുകൾക്ക് ദിവസവും ഉണ്ടാകുന്ന പ്രശ്നങ്ങൾക്ക് ഏതെങ്കിലും ഒരു അർത്ഥത്തിൽ ഇതൊരു പരിഹാരമാകുമെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അതുമായി മുമ്പോട്ട് പോകാം. ഒറ്റ ചോദ്യം ഇവിടെ ചോദിക്കാൻ പറ്റും: നിങ്ങളുടെ പ്രൊഡക്റ്റ് അതല്ലെങ്കിൽ ഈ ഒരു സർവീസ് ആളുകൾക്ക് ലഭ്യമായിട്ടില്ലെങ്കിൽ അവർക്ക് വല്ല പ്രയാസങ്ങളും നേരിടുമോ? എങ്കിൽ യെസ് എന്നാണ് ഉത്തരമെങ്കിൽ തീർച്ചയായിട്ടും ഇതിൽ വലിയൊരു അവസരം നിങ്ങളുടെ മുമ്പിലുണ്ട്. നോ എന്നാണ് ഉത്തരമെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ ഒരു ഐഡിയ റീതിങ്ക് ചെയ്യേണ്ടതായിട്ടുണ്ട്. പലപ്പോഴും നമ്മൾ ചെയ്യുന്ന വലിയൊരു അബദ്ധം ബിസിനസ്സുകളെ കോപ്പി ചെയ്യുന്നു എന്നുള്ളതാണ്. ഒരാൾ ഒരു കഫേ തുടങ്ങി, തൊട്ടടുത്ത് മറ്റൊരു കഫേ തുടങ്ങുന്നു. ഒരാൾ ഒരു റെസ്റ്റോറൻറ്റ് തുടങ്ങി, തൊട്ടടുത്ത് അതുപോലെ ഒരു റെസ്റ്റോറൻറ്റ് തുടങ്ങുന്നു. ഇത്തരത്തിൽ കോപ്പി ചെയ്യുന്ന ഒരു പ്രവണത നമുക്കിടയിൽ വളരെ കൂടുതലാണ്. പക്ഷേ അവർ തുടങ്ങിയ സ്ഥലം, അവർ തുടങ്ങിയ സമയം, അവർ തുടങ്ങിയ സ്ഥലത്തെ പോപ്പുലേഷൻ, അതല്ലെങ്കിൽ അവരുടെ ഒരു മാർക്കറ്റിംഗ് സ്ട്രാറ്റജി, കസ്റ്റമർ അണ്ടർസ്റ്റാൻഡിങ്, ഇത്തരം കാര്യങ്ങളൊന്നും പരിഗണിക്കാതെയായിരിക്കും പലപ്പോഴും നമ്മളിത് കോപ്പി ചെയ്യുന്നത്. നമുക്കറിയാം, ബിസിനസ്സിനെ നമുക്ക് കോപ്പി ചെയ്യാം, പക്ഷെ ഒരിക്കലും ഒരു സ്ട്രാറ്റജിയെ നമുക്ക് കോപ്പി ചെയ്യാൻ സാധിക്കില്ല. നിങ്ങളുടെ ബിസിനസ് ഐഡിയ എന്താവട്ടെ, അതൊരു പ്രശ്നത്തിനുള്ള പരിഹാരമാണോ, അത് വ്യത്യസ്തമാണോ, തീർച്ചയായിട്ടും അത് വിജയിക്കാനുള്ളതാണ്.